കൃപയേറും കർത്താവിൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ദീർഘനാളുകളായി മാരകമായ രോഗത്തിൻ്റെ പിടിയിലായിരുന്ന അനേകരെ അവിടുന്ന് സൗഖ്യമാക്കി. അതേപോലെ തന്നെ കുരുടർക്ക് കാഴ്ച നൽകി, മുടന്തരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ അത്ഭുതകരമായ അനേക അടയാള പ്രവൃത്തികൾ താൻ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അത്ഭുതങ്ങൾ കണ്ടെങ്കിലേ കർത്താവിനെ വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ചിലർക്ക് അടയാളങ്ങൾ കണ്ടെങ്കിലേ കർത്താവിനെ വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ അരികിലേക്ക് വന്ന അനേക രോഗികൾ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അരികിലേക്ക് വന്ന അനേക രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ അവൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. യേശുവിനെ പറ്റി അവൾ അറിഞ്ഞു. അവളെ സംബന്ധിച്ച് നാം വായിക്കുന്നത്, ഈ കഴിഞ്ഞ 12 സംവത്സരമായി അവളുടെ സകല മുതലും വിറ്റ് ഓരോരോ വൈദ്യന്മാരെ കണ്ട് അവളുടെ ചികിത്സകൾ നടത്തുകയാണ്. പക്ഷെ എഴുതിയിരിക്കുന്നത് ഒട്ടും ഭേദമായിട്ടില്ല എന്നാണ്. 12 സംവത്സരമായി മാരകമായ രോഗത്തിൻ്റെ അടിമയായിരുന്ന ഈ സഹോദരി ദീർഘനാളുകൾ തൻ്റെ മുതലെല്ലാം വിറ്റ് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിരാശാജനകമായ ഒരവസ്ഥയിലാണ് ഈ സഹോദരി കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സാമാന്യഗതിയിൽ ചുരുങ്ങിയ നാളിലെ ചികിത്സ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ളതായ പണം ഏറെക്കുറെയൊക്കെ മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. സമീപകാലത്തുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ വളരെ വലിയൊരു എമൗണ്ട് ഈ ചികിത്സകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല പ്രിയമുള്ളവരും അങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചില്ലറ അസുഖങ്ങളുമായി നാം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടറെ കാണുന്നതിന് തന്നെ വലിയൊരു ഫീസാണ്. അതിനുശേഷം ഒരുപാട് ടെസ്റ്റുകൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത സമയത്ത് പുറത്തു വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഒരുപാട് ആശുപത്രികൾ പരീക്ഷണശാലകളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അത് നേരിട്ടറിയണമെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിലെ OP കഴിഞ്ഞതിന് ശേഷം അല്പസമയം അവിടെ നിന്നാൽ മതി. ഒരു വലിയ പറ്റം ആളുകൾ ഡോക്ടറെ കാണാനായി അദ്ദേഹം ഫ്രീ ആകുന്നത് നോക്കി അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, മരുന്ന് കമ്പനിക്കാർ അയക്കുന്നതായ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അവർ വന്നിട്ട് ഡോക്ടേഴ്സിനെ അവരുടെ പുതിയ മെഡിസിൻ പരിചയപ്പെടുത്തുകയാണ്. ആ മെഡിസിൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കറിയാൻ സാധിച്ചത്, ഇത് രോഗികളിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതനുസരിച്ച് ആ വിവരങ്ങൾ മരുന്ന് കമ്പനിക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഓഫറുകളാണ് ഡോക്ടേഴ്സിന് ലഭിക്കുന്നത്. കുടുംബവുമായി ചേർന്ന് വിദേശത്ത് ഉല്ലാസയാത്രകൾ നടത്തുന്നതിന്, ദിവസങ്ങളോളം അവിടെ താമസിക്കുന്നതിന് മരുന്ന് കമ്പനികൾ അവർക്ക് ഓഫറുകൾ നൽകുകയാണ്. അങ്ങനെ വലിയ വലിയ ഓഫറുകൾ ഡോക്ടർമാർക്ക് കൊടുക്കുമ്പോൾ മരുന്ന് കമ്പനികളുടെ മരുന്ന് മുഴുവനും കഴിക്കേണ്ടി വരുന്നത് ഈ രോഗികളാണ്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. നല്ല ഡോക്ടേഴ്സുണ്ട്. രോഗികളെ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. പലരെയും എനിക്ക് നേരിട്ടറിയാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു ചികിത്സയുടെ മുൻപാകെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ടി വരുന്ന ഒരാളിൻ്റെ സ്ഥിതി എത്രമാത്രം സങ്കടകരമായൊരു സ്ഥിതിയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ഒക്കെ അത്യപൂർവമായി ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. വളരെ അപൂർവമായിട്ട് ഒരു പ്രദേശത്തെ കാര്യങ്ങൾ മുഴുവൻ എടുത്താൽ തന്നെ അവിടെ വളരെ ചുരുങ്ങിയ എണ്ണം ആളുകൾക്ക് മാത്രമായിട്ട് ചെയ്യേണ്ടി വന്നിരുന്നതായ കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. എന്നാൽ ഈ കാലത്ത് നോക്കുമ്പോൾ എത്രയോ സർവ്വസാധാരണമായി ഈ ചികിത്സകളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, രോഗത്തിൻ്റെ മുൻപാകെ മനുഷ്യൻ തളർന്നടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ചികിത്സകൾ മനുഷ്യന് താങ്ങാനാവാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് അങ്ങനെയാണെങ്കിൽ നാം വായിച്ച വേദഭാഗത്തിൽ പറയുന്ന ആ സഹോദരിയെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. 12 സംവത്സരമായി അവൾ ഈ രോഗത്തിൻ്റെ അടിമയാണ്. ഈ കഴിഞ്ഞ 12 സംവത്സരങ്ങളായി അവളുടെ സകല മുതലും വിറ്റ് പല വൈദ്യന്മാരുടെ അരികിൽ പോയി ആശ്വാസത്തിന് വേണ്ടി അവൾ യാചിച്ചു. പലരുടെയും മുൻപാകെ ചികിത്സയ്ക്കായി പോയി. പക്ഷേ ഓരോ ചികിത്സ കഴിയുമ്പോഴും അവളുടെ പണം തീരുന്നതല്ലാതെ
അവൾ പരവശയായി തീർന്നതല്ലാതെ അവളുടെ രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. അത്രമാത്രം തളർന്നു പോയതായ ഒരു സഹോദരി, മാനസികമായും ശാരീരികമായും അവൾ ഏറ്റവും തളർന്നുപോയി. ആശയ്ക്ക് യാതൊരു വഴിയുമില്ല. മുൻപോട്ട് നോക്കുമ്പോൾ മരണം മുൻപിൽ നിൽക്കുകയാണ്. രക്ഷപ്പെടുവാൻ യാതൊരു പ്രതീക്ഷയുമില്ല. ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയതായ ആ സഹോദരി തൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ അരികിൽ ചെന്നാൽ എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും, എനിക്ക് സൗഖ്യം ലഭിക്കും. ഒരു വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം രൂഢമൂലമായ വിശ്വാസമാണ്, ഉറപ്പേറിയ വിശ്വാസമാണ്. അവൾ എന്താണ് ചെയ്തത്? പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി കടന്നു ചെന്ന് വളരെ വലിയ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഷീ ടച്ച്ഡ് ദ ബോർഡർ ഓഫ് ഹിസ് ഗാർമെന്റ് എന്നാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ ആ വിളുമ്പിലാണെന്ന് തൊട്ടത്, അതിൻ്റെ ഒരു അറ്റത്ത് തൊടുകയായിരുന്നു. അവളുടെ വിശ്വാസം അത്രമാത്രം വലുതായിരുന്നു. ഏറ്റവും വലിയ വിശ്വാസം. ഞാൻ ഈ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരും. അതെത്ര വലിയൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലേക്ക് അവളെ നയിച്ചത് എന്താണ്? കഴിഞ്ഞ 12 സംവത്സരമായിട്ടുള്ള അവളുടെ ഏറ്റവും ഭയാനകമായ ആ തിക്താനുഭവങ്ങളാണ്. ദൈവവചനം നമ്മോട് പറയുന്നതായ ഒരു കാര്യം, കർത്താവിൻ്റെ അരികിൽ ചെല്ലുന്നതായ ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരിക്കണം, ഉറപ്പുള്ളവളായിരിക്കണം. അങ്ങനെ ചെല്ലുമ്പോഴാണ് കർത്താവിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായി സാധിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യുന്നത്. കർത്താവിൻ്റെ ഹിതത്തിനായി നാം യാചിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് വിശ്വാസത്തോടുകൂടെ ചെല്ലണം. അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വൻകാര്യങ്ങളെ കാണുവാൻ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ വായിക്കുന്ന മറ്റൊരു കാര്യം, ഈ സഹോദരി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നൊരു കാര്യമുണ്ട് പുരുഷാരത്തോട്, എന്നെ തൊട്ടതാരാണ്? ശിഷ്യന്മാർ പറയുന്നു, ഈ വലിയ പുരുഷാരം തിക്കുകയും തിരക്കുകയും ചെയ്യുന്നതിനിടയിൽ നിന്നെ തൊട്ടതാരാണ് എന്നെങ്ങനെ അറിയുന്നത്? എല്ലാവരും നിന്നെ തൊടുന്നുണ്ട്, നിന്റെ അരികിൽ നിൽക്കുന്ന എല്ലാവരും നിന്നെ തൊടുന്നുണ്ട്, പക്ഷേ നിന്നെ തൊട്ടതാരാണ് എന്ന് എങ്ങനെ അറിയാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, കർത്താവ് അവരോട് മൗനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും എന്നെ സ്പർശിക്കുന്നുണ്ട്, ശരിയാണ്. അനേകം പേര് തിക്കുകയും തിരക്കുകയും ചെയ്യുന്നതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എൻ്റെ ദേഹത്ത് സ്പർശിക്കുന്നുണ്ട്, പക്ഷേ എന്നെ ഒരാൾ വിശ്വാസത്തോടെ തൊട്ടിട്ടുണ്ട്. ആ ആളിനെയാണ് എനിക്ക് കാണേണ്ടുന്നത്. ഇന്ന് രാവിലെ ഈ ധ്യാന ചിന്തകളോടനുബന്ധിച്ച് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഈ അനേക ആളുകൾ തിക്കുകയും തിരക്കുകയും ചെയ്യുന്നതിനിടയിൽ, ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സ്പർശിക്കുന്നതിനിടയിൽ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ തൊടുന്ന ഒരാളാകുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധിക്കുമോ? എന്നെ തൊട്ടതാര് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് തിരിഞ്ഞു നോക്കി നമ്മെ കാണുവാൻ ഇടയായിത്തീരുമോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിച്ചിരിക്കുന്നു. കർത്താവ് ആ സഹോദരിയോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്ത് വിശ്വാസമാണ്? കർത്താവിലുള്ളതായ അവളുടെ വിശ്വാസം. അനേകരെ ഈ വാക്യത്തെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് അവനവൻ്റെ വിശ്വാസം അവനവരെ രക്ഷിക്കും എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള വസ്തുത. കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് രാവിലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്. വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനം. അത് മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി വിശ്വസിച്ചാൽ പോരാ, നാം തനിയെ വിശ്വസിക്കണം, അവരവർ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവരവരുടെ വിശ്വാസമാണ് അവരവർക്ക് രക്ഷയായി ഭവിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് വിശ്വാസത്തോടെ ചെല്ലാം.
വിശ്വാസത്തോടെ അവനെ ഒന്ന് സ്പർശിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് കാണുവാൻ ഇന്നത്തെ ദിവസം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവഹിതത്തിനായി നാം യാചിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ നിറവേറുവാൻ, ദൈവഹിതത്തിന് അനുസരണമായിട്ടുള്ള ശാരീരികമായ സൗഖ്യമോ മാനസികമായ സൗഖ്യമോ മാനസികമായ ബലമോ ഒക്കെ നൽകി ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നതും സൗഖ്യമാക്കുന്നതും എല്ലാം കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഇന്ന് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ് കർത്താവേ. വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ വന്നവരാരും നിരാശരായി പോയിട്ടില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു 12 സംവത്സരമായി രക്തസ്രാവത്താൽ ബാധിതയായി മുതലെല്ലാം വിറ്റ് ഏറിയ നാളുകൾ അവൾ ചികിത്സ തേടിയതായ, എന്നാൽ ഒട്ടും സൗഖ്യം വരാതെ പരവശയായി തീർന്ന ആ സഹോദരി വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളിലേക്ക് വ്യാപരിച്ച ശക്തി നിമിത്തം അവൾക്ക് ലഭിച്ച സൗഖ്യത്തെ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവ്, ഇന്ന് രാവിലെ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പേറിയ അവസ്ഥയിൽ അങ്ങേ ഒന്ന് തൊടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്നത് വാസ്തവത്തിൽ കാണുവാനും അറിയുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ളതായ ആ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവെ, അവിടുത്തെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് നേരിട്ടറിയുവാൻ, അവിടുത്തെ സൗഖ്യം കാണുവാൻ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കാണുവാൻ, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ. ആരെങ്കിലും കർത്താവെ ഈ നിലയിലുള്ളവരായിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് സൗഖ്യമാക്കണമേ. വിശ്വാസത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നവർക്ക് ഇന്ന് പകലിൽ കർത്താവെ അവിടുത്തെ സ്വർഗീയമായ ഇടപെടൽ കണ്ട് സന്തോഷിപ്പാൻ അവരെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.